നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പറയുന്ന കർക്കിടകൻ രാശിയിൽ ജനിച്ചവരുടെ ജൂൺ 15 മുതൽ ജൂലൈ 15 വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഫലങ്ങളെയാണ് പരിശോധിക്കുന്നത്. നമുക്കറിയാം, സൂര്യൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് മാസഫലങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാനിതിൽ മാസഫലങ്ങളും കുറച്ച് നല്ല ദിവസങ്ങളും കടം വിടാനുള്ള മുഹൂർത്തങ്ങളും ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് ഇത് വേണം എന്നുള്ളവർ അത് കാണുക. ഇനി നമുക്ക് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പരിശോധിക്കാം. കർക്കിടക രാശിക്കാരെ സമയത്തോളം അഷ്ടമത്തിൽ ശനി നിൽക്കുന്നുണ്ട്, അത് നല്ലതല്ല. 9 രാഹുവുണ്ട്, അതും നല്ലതല്ല. 10 ക്ഷേത്രാധിപനായി 10 ചൊവ്വ നിൽക്കുന്നുണ്ട്, അത് കുറച്ച് ഗുണകരമാണ്. 11 വ്യാഴമുണ്ട്, വളരെ ശ്രേഷ്ഠകരമാണ്. 9ാം ഭാവാധിപൻ 12 നിൽക്കുന്നത്. 12 രവിയും ബുധനും ശുക്രനും നിൽക്കുന്നത്. ബുധൻ്റെ 12 പൊസിഷൻ കുഴപ്പമില്ല, രവിയുടെ പൊസിഷൻ അത്ര നല്ലതല്ല. 3 കേതുണ്ട്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായൊരു കാലഘട്ടം എന്നൊക്കെ പറയാം. എങ്കിലും വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകും എന്നാണ് പറയാം. രവി 12 നിൽക്കുമ്പോൾ ഒരു പറയാൻ ധന വ്യയം ഉണ്ടാവും. അപ്പോൾ കിട്ടേണ്ട പൈസകൾ കറക്റ്റ് സമയത്ത് കിട്ടിയെന്ന് വരില്ല. കാരണം വ്യാഴമൊക്കെ ഉണ്ടെങ്കിൽ പ്രയാസമില്ലാതെ പോകുന്നുള്ളതല്ലാതെ നമുക്ക് ഈ മാസം കഴിഞ്ഞ മാസം കിട്ടിയ പൈസകളുമൊക്കെ ഈ മാസം എന്തെങ്കിലും വേറെ പ്രതീക്ഷ വെച്ച് ഓരോരുത്തണ്ടാകുന്നതാണ് ഞാൻ പറയാൻ വേണ്ടി. സർക്കാരിൽ നിന്നോ പ്രൊഫഷൻ സംബന്ധമായി കിട്ടാനുള്ള കാശാണെങ്കിൽ കുറച്ച് ഡിലേ ആയെന്ന് വരാം. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി കാണണം. ഇതേ പ്രൊഫഷണൽ മാരേഴ്സും അനുകൂലമായിരിക്കില്ല. ചിലപ്പോൾ ചെറിയ വിശദീകരണം ചോദിക്കുകയോ മോളിൽ നിന്ന് എന്ത് പറ്റി, അതെങ്ങനെ ഡിലേ ആയല്ലോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സെയിൽസ് ആൾക്കാർക്ക് സെയിൽസിന് പോകുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം സെയിൽസ് കസ്റ്റമറെ കാണേണ്ടി വരും. ബിസിനസ്സുകാർക്കും പ്രതീക്ഷിച്ച പോലത്തെ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇൻകം ടാക്സ്, സെയിൽ ടാക്സ് പരമായ ചെറിയ കൊച്ചു GST പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെയാണ് സാധാരണ വരാൻ സാധ്യതയുള്ളത്. അവൻ്റെ 12 രവി നിൽക്കുന്നത്, 2ാം ഭാവം 12. കൈക്കൂലി കുറച്ച് നമ്മൾ വേറെ ലെവലിലേക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കേണ്ടി വരും കാര്യം നേടാനായിട്ട്. അതൊക്കെ ഇതിൽ കാണണം. അപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളും ഇതാണ് പറയുന്നത്. ഫാമിലി മാരേഴ്സായിട്ടും വളരെ സൂക്ഷിച്ചൊക്കെ പോയില്ല. അതുകൊണ്ട് നിങ്ങൾ പൊതുവേ സെൻറ്റിമെൻ്റൽ സൈനാണ്, എമോഷണൽ സൈനാണ് കർക്കിടകം. അപ്പോൾ എമോഷണൽ സൈനിൽ കൂടുതൽ എമോഷൻ കാണിച്ച് നമ്മുടെ പങ്കാളിയായിട്ട് വഴക്കുണ്ടാക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. വേണ്ടി അവിടെ കണ്ണീരും കാര്യങ്ങളൊന്നും അത് വിലപ്പോയില്ല എന്ന് പറയാൻ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആണുങ്ങളും കൂടുതൽ എമോഷൻ കാണിക്കേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥകളൊക്കെ വരും. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. എന്നുവെച്ചാൽ ഒരു ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണെന്ന് ഒന്നുകൂടെ പൊതുവെ പറയാം. അത്ര ഭയങ്കര അനുകൂലം എന്ന് പറയാൻ പറ്റില്ല. വ്യാഴം 12 നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു സമയമാണെങ്കിലും ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ വരും. കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ്. കണക്കൂട്ടൽ ശരിയാവണമെന്നില്ല. ഇപ്പോൾ തന്നെ നീറ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ടൊക്കെ വന്നില്ല. അതേപോലുള്ള ചെറിയ ചെറിയ കുഴപ്പങ്ങളും ആങ്സൈറ്റികളും ഒക്കെ തരും. അത് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് ആങ്സൈറ്റി കൂടുതലുള്ളവരാണ്. കുട്ടികളായാലും കൂടുതലായിട്ട് ഒരു ചെറിയ കാര്യങ്ങൾക്ക് കൂടുതലായി വിഷമിക്കുകയും മറ്റുള്ളവർ ആ രീതിയിൽ എമോഷണലി ഉപദ്രവിക്കുകയും ചെയ്യുന്ന രാശിയാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കടിയാനിട്ട് ഒന്ന് പിടിച്ച് ഒക്കെ പോകണം. എൽഡേഴ്സിന് അതേപോലെ അഷ്ടമത്തിൽ ശനിയൊക്കെ നിൽക്കുന്നുണ്ട്. തന്നെ വീഴാനോ പിടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. ഉള്ളിൽ പിന്നെ ഹാർട്ട് സംബന്ധമായുള്ള പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സംഭവമുണ്ട്. പ്രത്യേകിച്ച് നീരൊക്കെ വരാൻ ശരീരത്തിലൊക്കെ കർക്കിടക രാശി ജനിച്ചവർക്ക് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. കൂടാതെ അടുത്ത മാസം 5-ാം തീയതി കറുത്തവാപം കൂടാണ്. കറുത്തവാപ സമയത്ത് ഈ ആർത്തവ സംബന്ധമായ അസുഖങ്ങളോ മൈഗ്രെയിനോ ഒക്കെ ഉള്ള ആൾക്കാർക്കെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. കുട്ടികൾക്കും ടെമ്പററി ആയിട്ടെങ്കിലും കൂടും. ടെമ്പററി ആണെന്ന് കണക്കാക്കി മതി, ഒരുപാട് പാനിക് ആകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് കർക്കിടക രാശിക്കാരെ പറ്റി പറയാം. അത് പൊതുവെ പറഞ്ഞാൽ കർക്കിടക രാശി ഈ വർഷം മുഴുവൻ വ്യാഴം 12 നിൽക്കുന്നതിന് അനുകൂലമാണെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാലഘട്ടങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അതിനെ പറ്റിയൊരു നമ്മൾ ഒരുപാട് സീരിയസ്നെസ് ആകാതെ പ്രിക്കോഷൻ എടുത്ത് പോയാൽ മതി. ഈ മാസം വരുന്ന നല്ല കുറച്ച് ദിവസങ്ങൾ പറയാം. നല്ല ദിവസങ്ങൾ പറഞ്ഞാൽ വാഹനം മേടിക്കാനോ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനോ ബിസിനസ് സംബന്ധമായ ഡിസിഷൻ എടുക്കാനോ ഒക്കെ ഉള്ള ഒരു ഡേറ്റുകൾ പറയാം. കർക്കിടക മാസത്തിൽ 18, 19 ഈ മാസം ജൂണിൽ 18, 19, 25, 26, 27, 28 ഇത്രയും ദിവസങ്ങൾക്കുള്ള 18, 19, 25, 26, 27, 28. പിന്നെ വരുന്ന അടുത്ത മാസമാണെങ്കിൽ ജൂലൈ 3, 9, 14, 15 ഈ 4 ദിവസം കൊള്ളാം. 3, 9, 14, 15 ഈ 4 ദിവസവും അവരുടെ അനുകൂലമാണ്. ഇനി ഞാൻ പറയുന്നത് കടം വിടാനുള്ള മുഹൂർത്തങ്ങളാണ്.
ആ കടമിടാനുള്ള മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം മുമ്പുള്ള പല വീഡിയോയിലും പറയുകൊണ്ട് ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് ജൂൺ മാസം 15-ാം തീയതി രാവിലെ 8:30-നും 10 മണിക്കും മധ്യമുള്ള മുഹൂർത്തം വളരെ അനുകൂലമാണ് ഈ കാര്യങ്ങൾക്ക്. ജൂൺ മാസം 15-ാം തീയതി. അതുപോലെ ജൂൺ മാസം 20-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 4:15 മുതൽ 5:30 വരെയുള്ള 45 മിനിറ്റ്സ് അനുകൂലമാണ്. 22-ാം തീയതി ശനിയാഴ്ച രാവിലെ 8-നും 9:30-നും മധ്യമുള്ള സമയം ഓൺലൈൻ പേയ്മെൻറ്റോ ഡയറക്റ്റായിട്ടോ കൊടുക്കാൻ വളരെ അനുകൂലമാണ് എന്നാണ്. 20-ാം തീയതി 22 ശനിയാഴ്ച രാവിലെ 8-നും 9:30-നും മധ്യേ. 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും 1:30-നും മധ്യമുള്ള സമയവും വളരെ അനുകൂലമാണ്. 29 ശനിയാഴ്ച രാവിലെ 7:30-നും 9 മണിക്കും മധ്യമുള്ള സമയം വളരെ അനുകൂലമാണ്. ജൂലൈ മാസം 6-ാം തീയതി ശനിയാഴ്ച രാവിലെ 7 മണിക്കും 8:30-നും മധ്യമുള്ള സമയവും വളരെ അനുകൂലമാണ്. 9-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കും 3:30-നും മധ്യമുള്ള സമയം അനുകൂലമാണ്. 13-ാം തീയതി ശനിയാഴ്ച രാവിലെ 6:30 മുതൽ 8 മണി വരെയുള്ള സമയം. 13 ശനിയാഴ്ച രാവിലെ 6:30 മുതൽ 8:30 വരെയുള്ള സമയം. 13 ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 2:30 വരെയുള്ള സമയവും വളരെ അനുകൂലമാണ്. ഇത് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് കാശൊക്കെ അടച്ച് കടം വീടാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ചെയ്യുക. പൊതുവെ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കണം. പ്രൊഫഷണൽ മാറ്റേഴ്സിലോ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിലോ റിസ്ക് കൊടുക്കരുത്. റിസ്ക് എടുക്കാതെ പോയി കഴിഞ്ഞാൽ ഈ മാസം നമുക്ക് നന്നായിട്ട് അതിജീവിച്ച് മുമ്പോട്ട് പോകാം. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നു. നന്ദി, നമസ്കാരം.